എല്ലാവർക്കും നമസ്കാരം. മലയാളത്തിലെ ആദ്യത്തെ ടാരോ റീഡിംഗ് ചാനലായിട്ടുള്ള മായ സ്റ്റാറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് മകം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന സെപ്റ്റംബർ 2025 എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ മകം നക്ഷത്രക്കാരുടെ സെപ്റ്റംബർ 2025 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വേൾഡ് കാർഡാണ്. 3 of Swords, Judgment, Fool card, Queen of Cups, 5 of Wands. അപ്പോൾ സെപ്റ്റംബർ മാസം മകം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യം തന്നെ വേൾഡ് കാർഡ് എനർജിയാണ്. വേൾഡ് കാർഡ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ നിങ്ങളുടെ കംഫർട്ട് സോണിലായിരുന്നു എന്നുള്ളൊരു ഇതുവരെ നിങ്ങൾ ഉണ്ടായിരുന്നത്, അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുകയാണ്. അതായത് ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എവിടെയാണോ അവിടെ തന്നെ ഇരുന്നാൽ ജീവിതം മുന്നോട്ടേക്ക് പോവില്ല, ഗ്രോത്ത് ഉണ്ടാവില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുകയും യു ആർ സ്റ്റെപ്പിംഗ് ഇൻ ടു എ ന്യൂ വേൾഡ്. കാരണം ഇപ്പോൾ ഉള്ള ഒരു ഇതിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി, നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ അച്ചീവ് ചെയ്തു, സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇവിടെ ഇനി ഗ്രോത്ത് ഇല്ല. കാരണം ഇവിടെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതേപോലെ തന്നെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. പ്രത്യേകിച്ച് ജോലിയാണ് പറയുന്നതെങ്കിൽ ഇതേ കരിയറിലാണ് നിൽക്കുന്നതെങ്കിൽ അതിൽ തന്നെ മുന്നോട്ടേക്ക് നല്ല രീതിയിൽ പോകാം. ചെറിയ രീതിയിൽ ശമ്പള വർധനവൊക്കെ ഉണ്ടാകാം. പക്ഷേ ഒരു വലിയ രീതിയിലേക്ക് ഒരു മുന്നേറ്റം പോകണമെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ എടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വരെ കൺഗ്രാജുലേഷൻസ്, യു ആർ ദിസ് ഫാർ, യു ഹാവ് കം ദിസ് ഫാർ. ഇനിയും മുന്നോട്ടേക്ക് പോകാനുണ്ട് നിങ്ങൾക്ക് എന്നുള്ളതാണ്. നിങ്ങൾ ചില ആളുകളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്ന നിങ്ങൾക്ക് വലിയൊരു പ്രൊജക്റ്റ് കിട്ടുകയാണ്. അപ്പോൾ അതൊരു നിങ്ങളുടെ കംഫർട്ട് സോണിന് പുറത്ത് കടക്കണം. പക്ഷേ നിങ്ങൾ ആ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാണ്, പുതിയൊരു സ്റ്റെപ്പിലേക്ക് പോകാൻ തയ്യാറാണ് എന്നുള്ള ഒരു സിറ്റുവേഷനാണ് സൂചിപ്പിക്കുന്നത്. ചില ആളുകളെ സംബന്ധിച്ച് ഈ ഒരു എനർജി കംപ്ലീഷൻ ഫേസ് ആണ്, നിങ്ങൾ അച്ചീവ് ചെയ്തു പലതും. അപ്പോൾ നിങ്ങൾ ഒത്തിരി നല്ല നല്ല ഗുഡ് ന്യൂസ് കാര്യങ്ങൾ കേൾക്കാം, അച്ചീവ്മെൻറ്റ്സ്, പുതിയൊരു ലെവലിലേക്ക് നിങ്ങൾ പോവാണ്. ചില ആളുകൾ ഇത് ഒരു ട്രാവൽ പ്ലാൻ ആവാം. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ട്രാവൽ ചെയ്യുന്നു ജീവിതത്തിൽ, ഒത്തിരി ആഗ്രഹിച്ച യാത്രകൾ ജീവിതത്തിൽ നിങ്ങൾ പോകാൻ ആഗ്രഹിച്ച സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു എന്നുള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഹാപ്പി എൻഡിങ് വേൾഡ് ട്രിപ്പ്, വേൾഡ് ട്രാവൽ, അതുപോലത്തെ സിറ്റുവേഷൻ ഉണ്ട്. അച്ചീവ്മെൻറ്റ്സ് ഉണ്ട്, ജോലിയിൽ അബണ്ടൻസ് എനർജിയാണ്. അപ്പോൾ സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നേടാനും ചെയ്യാനും ഒക്കെ ഉള്ള ഒത്തിരി ബിസി ആയിട്ടുള്ള ഒരു സമയം കൂടിയിട്ടായിരിക്കും. നിങ്ങൾ പല കാര്യങ്ങളിൽ പലതും ചെയ്യാനുണ്ട്. ഇപ്പോൾ ജോലി ആയാലും അല്ലെങ്കിൽ വീട്ടിലത്തെ കാര്യമാണെങ്കിലും ഇപ്പോൾ ട്രാവൽ ആണെങ്കിലും പല കാര്യങ്ങളും ഒക്കെ കൂടി ചേർന്നിട്ട് ഒത്തിരി സന്തോഷമുള്ള സമയം തന്നെയാണ് ഈ ഒരു മാസം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 3 of Swords എനർജി കണക്ഷൻ, 3 of Swords എനർജി കണക്ഷൻസ് ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ആ ഒരു നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ലൈഫ് പർപ്പസ് എന്താണ്, നിങ്ങളുടെ നിയോഗം എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. കാരണം ഈ ഒരു ടൈം പീരീഡിൽ നിങ്ങളുടെ നിയോഗം നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു മാസമായതുകൊണ്ട് തന്നെ പൊതുവിൽ ഈ ഒരു മാസം ഒരു പകുതിക്ക് ശേഷം ഒരു അവസാനത്തോട് അടുക്കുമ്പോൾ നിങ്ങളുടെ നിയോഗം നിങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോൾ അതൊരു വളരെ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ അതർവൈസ് ബാക്കിയുള്ള നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്നതോടൊപ്പം ഒരു തരത്തിലുള്ളൊരു പെയിൻ, ഒരു തരത്തിലുള്ളൊരു ഫ്രസ്ട്രേഷൻ, നിങ്ങൾ ഭയങ്കരമായിട്ട് എവിടെയെങ്കിലും പോയി ഒത്തിരി എന്താ പറയുക ആ ഒരു സ്ക്രീം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല വാട്ട് യുവർ ഫീലിംഗ്, നിങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾക്കൊന്നും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് റിയാലിറ്റി, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം റിയാലിറ്റിയും അതേസമയം തന്നെ സ്വപ്നങ്ങളും തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. ഫാൻറ്റസിയും റിയാലിറ്റി ആണോ എന്നൊക്കെയുള്ളൊരു ചിന്തകൾ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. വളരെയധികം കൺഫ്യൂഷൻസ്, അങ്ങനെ എവിടെയാണ് ആ മുമ്പിലുള്ള ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളെ കൂടുതൽ സ്ട്രോങ്ങർ ആക്കുകയാണ്, റെസിലിയൻ്റ് ആക്കുകയാണ്. മുമ്പോട്ടേക്ക് പോകുമ്പോൾ നിങ്ങൾ സ്റ്റക്കല്ല ഇനി അങ്ങോട്ടേക്ക്. നിങ്ങൾ ആ ഒരു ഇതുവരെ നിങ്ങൾ അനുഭവിച്ച കുറച്ചധികം നാളായിട്ട്, നിങ്ങളിൽ പലരും കുറച്ചധികം നാളായിട്ട് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. മാനസികമായിട്ട് ഒത്തിരി എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. ഫ്രസ്ട്രേഷൻ, ദേഷ്യം, ഒത്തിരി സന്തോഷമുള്ള ലൈഫിൽ ഇപ്പോൾ രാവിലെ
തുടങ്ങി വൈകുന്നേരം വരെ വീട്ടിൽ, ഓഫീസിൽ, അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ ബിസിനസ്, പൊതുവിൽ സന്തോഷമാണ്. പക്ഷേ നിങ്ങൾ എന്തൊക്കെയോ മിസ് ചെയ്യുന്നു, ഭയങ്കരമായിട്ട് ഉള്ളിൽ എന്തൊക്കെയോ ഫ്രസ്ട്രേറ്റഡ് ആവുന്നു. ഈ ഫ്രസ്ട്രേഷൻ്റെയൊക്കെ കാരണം നിങ്ങൾ ആ ഒരു നിയോഗം മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ ആത്മീയമായിട്ടുള്ളൊരു ഉണർവ് നിങ്ങളിലുണ്ടാവുന്നു. ആ നിയോഗം നിങ്ങൾ ഫൈനലി ദിസ് ഇസ് ദ ഡേ, ഈ ഒരു മാസം നിങ്ങൾ ആ നിങ്ങളുടെ നിയോഗം ശരിക്കും എന്താണെന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ലൈഫിലുണ്ടാകുന്ന എല്ലാ ആ ഒരു സ്ട്രെസ്സും, അനോയൻസ്, ഫ്രസ്ട്രേഷൻ നിങ്ങൾ ഇതുവരെ ചിന്തിച്ചു. ചിലപ്പോൾ ചില ആളുകൾ ഒരു പ്രായം കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ 40 പ്ലസ് ആണ്, പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഈ മെനോപോസ് ആണെന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ ജനറലി മിഡ് ലൈഫ് ക്രൈസിസ് ആണെന്ന് ചിന്തിക്കാം. ഇതൊക്കെ ആയിരിക്കും പലരും ചിന്തിച്ചു കൂട്ടുക. പക്ഷേ ഇതൊന്നുമല്ല. നിങ്ങളുടെ എനർജിയിൽ ഇത് സൂചിപ്പിക്കുന്നത് ജഡ്ജ്മെൻറ്റ് എനർജിയാണ്. അപ്പോൾ ആ ഒരു ജഡ്ജ്മെൻറ്റ് എനർജി എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നു നിങ്ങളുടെ നിയോഗം എന്താണ് എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ സ്പിരിച്വൽ അവേക്കണിങ്, സെൽഫ് റിയലൈസേഷൻ, നിങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ സോള് റിലീസാവുന്ന ഒരു എനർജിയാണ്. ഇതുവരെ അത് ഒരു ബന്ധനത്തിലായിരുന്നു. അതായത് അൺഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. നിങ്ങളുടെ ജീവിതത്തിൽ പലരും പല കാര്യങ്ങളും തീരുമാനം എടുക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ അപ്രൂവൽ മാത്രമാണ് അവിടെ ആവശ്യം, അല്ലാണ്ട് മറ്റുള്ളവരുടെ അപ്രൂവൽ, മറ്റുള്ളവരുടെ വാലിഡേഷൻ ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് യു ആർ ഡൂയിങ് ദ ബെസ്റ്റ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും ആദ്യം വേണ്ടത് നിങ്ങൾ ഇതുവരെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു ഫീലിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് സെൽഫ് അക്സെപ്റ്റൻസ് ആണ്. നമ്മൾ പലപ്പോഴും പറയും ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല, വാലിഡേറ്റ് ചെയ്യുന്നില്ല, ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ മറ്റുള്ളവരെ നിങ്ങളെ സ്വീകരിക്കുന്നു, നിങ്ങളോട് അഭിനന്ദിക്കുന്നു, നല്ലത് പറയുന്നു, ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. കാരണം ഇതൊന്നും സംഭവിക്കാത്തത് നിങ്ങളാദ്യം നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. കാരണം നിങ്ങളുടെ ലൈഫിലുണ്ടായിട്ടുള്ള ട്രോമ, നിങ്ങളുടെ ബാല്യകാലത്തിലെ സാഹചര്യങ്ങൾ, ഇതൊന്നും തന്നെ നിങ്ങളെ സ്വീകരിക്കാൻ നിങ്ങളെ സമ്മതിക്കുന്നില്ല. നിങ്ങളൊരു നല്ല വ്യക്തിയല്ല. നിങ്ങൾ വളരെ ഗിൽറ്റ് കോൺഷ്യസ് ആണ്. നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ഗിൽറ്റി കോൺഷ്യസ്നെസ് വന്നത് നിങ്ങളെ വളർത്തി വന്ന സാഹചര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും, നമ്മളറിയാമല്ലോ, പലരും കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറയുമ്പോൾ കുട്ടികളെ വളരെയധികം പണിഷ് ചെയ്യും, അല്ലെങ്കിൽ മാനസികമായിട്ട് തളർത്തുന്ന അച്ഛനമ്മമാരുള്ള ഒരു കുടുംബത്തിലാണ് നിങ്ങൾ ജനിച്ചിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ നിങ്ങളെ തന്നെ, നിങ്ങളുടെ ആ ഒരു സുന്ദരമായിട്ടുള്ള ആത്മാവിന്, അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ സോൾ, അതിനെ നിങ്ങളുടെ ആ ഒരു പോസിറ്റീവ് സോൾ അത് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ഫൂൾ എനർജിയാണ്. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സ്വയം ഒരു വിശ്വാസമായി, നിങ്ങൾക്ക് എല്ലാത്തിനെയും, ചുറ്റുമുള്ള എല്ലാവരെയും വിശ്വാസമാണ്. നിങ്ങൾക്ക് ആളുകളെ വിശ്വസിക്കാൻ പഠിക്കുന്നു. കാരണം ഇതുവരെ നിങ്ങൾക്ക് ഒരാളെയും ഒന്നിനെയും വിശ്വാസമില്ലായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ, നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനെയും ഇഷ്ടപ്പെടാനും സ്നേഹിക്കാനും വിശ്വസിക്കാനും ഒക്കെ നിങ്ങൾ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ എല്ലാത്തിനെയും വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങുന്നു, നിങ്ങളുടെ ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നു, നിങ്ങൾ സ്വപ്നം കാണുന്നതിൽ വിശ്വസിക്കാൻ തുടങ്ങുന്നു, നിങ്ങൾ സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങുന്നു. ആദ്യം തന്നെ നിങ്ങൾ സ്വപ്നം കാണാൻ തുടങ്ങുമ്പോഴാണ് സ്വപ്നത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നത്, എന്ത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നു, അതിലൂടെ യു ആർ റെഡി, നിങ്ങൾ റെഡിയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കുന്നു. ആ ഒരു സാഹചര്യം ആകുമ്പോൾ പീസ് ഓഫ് മൈൻഡ്, മനസ്സമാധാനവും സ്വസ്ഥതയും കാംനെസ് നിങ്ങളിൽ ടോട്ടലി ഒരു മാറ്റമാണ്. അതായത് ഒറ്റ ദിവസം കൊണ്ട്, ഇന്നലെ നിങ്ങളെ കണ്ട ആൾ പിറ്റേ ദിവസം കാണുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു വ്യക്തിയായിരിക്കാം. വളരെ സൗമ്യമായിട്ട് സംസാരിക്കുന്നു, വളരെ സൗമ്യതയിലും ശാന്തതയിലും സംസാരിക്കുന്നു. നിങ്ങളെന്ന് പറയുന്ന വ്യക്തി കാമായിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഒരു ദിവസത്തെ എന്തോ ഒരു മാറ്റം പോലെ ആളുകൾക്ക് തോന്നും. പക്ഷെ പിന്നീട് വരുന്ന ദിവസങ്ങളിൽ നിങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ, മുന്നോട്ടേക്ക് വരുന്ന മാസങ്ങളും വർഷങ്ങളും നിങ്ങളിലുണ്ടാകുന്ന ആ ഒരു കാംനെസ്, ജീവിതത്തിന് ചുറ്റും നിങ്ങളുടെ നെഗറ്റീവായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാം പോസിറ്റീവാണ് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുന്നു, ആളുകളെ വിശ്വസിക്കാൻ തുടങ്ങുന്നു. നിങ്ങൾ നെഗറ്റീവായിട്ട് എന്ത് സംഭവിച്ചാലും അതും വളരെ കൂളായിട്ട് എടുക്കുന്ന, വളരെ ഒരു ഹൈലി ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറുന്നു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ യു ആർ ഇൻ ടച്ച് വിത്ത് യുവർ ഇമോഷൻസ്, നിങ്ങളുടെ ഇമോഷൻസായിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പോസിറ്റിവിറ്റി നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. 5 ഓഫ് വൺസ് എനർജിയാണ് നെക്സ്റ്റ് വന്നിട്ട്. ഈ ഒരു എനർജി എന്ന് പറയുന്നത്, അപ്പോൾ 5 ഓഫ് വൺസ് എനർജി ഒരു കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് കാണാം. പക്ഷെ അതൊരു നെഗറ്റീവ് സിറ്റുവേഷൻ അല്ല. നമ്മളെ പലതും പഠിപ്പിക്കുന്നു. നമുക്ക് ചുറ്റുമുള്ള ആളുകൾ നമ്മളെക്കാൾ ബെറ്റർ ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ അവർ നമ്മൾക്ക് എതിരായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരെക്കാൾ ബെറ്റർ ആണ്. അപ്പോൾ അത് നമ്മൾക്ക് നല്ലതാണ്. കാരണം നമ്മളത് കുറച്ചും കൂടി ചാലഞ്ചിങ് ആയിട്ട് എടുക്കുകയും
നമ്മൾ സ്വയം തന്നെ മുന്നോട്ടേക്ക് പോകാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. കോമ്പറ്റീഷൻ അതൊരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ എടുക്കുകയും അത് ഇവിടെ തോക്കുവോ ജയിക്കുവോ എന്നുള്ളതല്ല, നമ്മൾ പെർഫോം ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതിലൂടെ നമ്മൾ എന്താണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ പഠിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ നിങ്ങൾ ആ ഒരു മെച്യൂർ ആയിട്ടുള്ള ഫീലിങ്ങിലേക്ക് കാമായിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു കോമ്പറ്റീഷൻ തോക്കുമോ ജയിക്കുമോ എന്നുള്ളൊരു ചിന്തയില്ല. നിങ്ങൾ ശ്രമിക്കുന്നു, നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.